ഇത് കണ്ടോ, നമ്മുടെ പിടിയും കോഴി ഇരിക്കുന്നത് കണ്ടോ? അടിപൊളിയല്ലേ കാണാൻ? നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സ്പെഷ്യൽ കോട്ടയം സ്റ്റൈൽ പിടിയും കോഴിയുമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ വൈഫാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, എങ്കിൽ മാത്രമേ ഇത് ഫുൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നമുക്കിത് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ പിടിയും കോഴി ഉണ്ടാക്കുമ്പോൾ മെയിൻ അതിൻ്റെ ടേസ്റ്റ് വരുന്നത് ഇതിൻ്റെ തേങ്ങയിലാണ്. നമ്മളിവിടെ അര തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. പിടിയും കോഴി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമേ തന്നെ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. വെള്ളമൊക്കെ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ജീരകം ഇട്ട് കൊടുക്കണം. ജീരകമാണ് കേട്ടോ ഈ പിടിയുടെ മെയിൻ ടേസ്റ്റ്. അപ്പോൾ നമ്മളൊരു 2 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. അത് വെള്ളം ശരിക്കും തിളച്ച് വരുമ്പോഴത്തേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. എങ്കിലേ ഉള്ളൂ ആ ജീരകത്തിൻ്റെ ആ ടേസ്റ്റ് ഇറങ്ങത്തുള്ളൂ. അതിനുശേഷം കുറച്ച് ചെറിയുള്ളി നമുക്ക് അരച്ച് ചെറുതായിട്ട് ചതച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി ശരിക്കും കടന്ന് വെള്ളത്തിൽ തിളയ്ക്കണം. ശരിക്കും വെട്ടി തിളച്ചാൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ കറക്റ്റ് സത്ത് ഇറങ്ങത്തുള്ളൂ വെള്ളത്തിലേക്ക്. എങ്കിൽ മാത്രമേ ഉള്ളൂ ആ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. നമ്മുടെ വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പങ്ങ് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ കൂട്ടി ശരിക്കും ഒന്ന് ഇളക്കണം. നമ്മുടെ വെള്ളം ഇവിടെ വെട്ടി തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് പിടിക്കുള്ള അരിപ്പൊടി ഇവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വറുത്ത റവ ആഡ് ചെയ്യുക. വറുത്ത റവ ഇട്ടതിന് ശേഷം നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ, ആ തേങ്ങയുടെ പകുതി ചേർത്ത് കൊടുക്കുക. കാരണം പകുതി തേങ്ങ നമുക്ക് പിന്നെ ആവശ്യമുണ്ട്. പകുതി തേങ്ങ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. നമ്മുടെ വെള്ളം ഇത് ഇവിടെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇതുപോലെ വെട്ടി തിളച്ചാൽ മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മുടെ പിടിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇതുപോലെ വെട്ടി തിളയ്ക്കുമ്പം നമ്മുടെ ആ കറിവേപ്പിലയുടെയും ആ ജീരകത്തിൻ്റെയും അതിൻ്റെയൊക്കെ ടേസ്റ്റ് വെള്ളത്തിലേക്ക് ഇറങ്ങി നല്ല സൂപ്പറായിട്ട് നിൽക്കും. അതിനുശേഷം നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളം നമ്മുടെ അരിപ്പൊടിയിലേക്ക് കുറച്ച് ഒഴിച്ചൊഴിച്ച് കൊടുക്കണം. കുറച്ച് ഒഴിച്ച് നമുക്കിത് ഇളക്കി നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന പരുവില്ല, ആ ഒരു പരുവത്തിലാക്കിയെടുക്കണം. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ പതുക്കെ ഇളക്കി ആ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ആ പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കണം. ഒക്കെ കൂടുതലായി പോകാൻ പാടില്ല. അതിനുശേഷം രണ്ടാമത് നമ്മൾ വെള്ളം ഒഴിക്കുന്നു. വീണ്ടും അതുപോലെ തന്നെ ഇളക്കി കൊടുക്കുന്നു. നമ്മുടെ ഈ പൊടിയിലെല്ലാം വെള്ളം പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. കണ്ടോ, ഈ കാണുന്ന പോലെ നല്ലതുപോലെ സൂപ്പറായിട്ട് ഇളക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അത് നല്ല ഉരുളയായിട്ട് നല്ലപോലെ ബോളാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാരണവശാലും വെള്ളം കൂടിപ്പോകരുത്. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ലൂസായി പോവും. പിന്നെ നമുക്ക് നമ്മുടെ ഉരുളയാക്കി എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം ഇതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രം വെള്ളം ഒഴിച്ചൊഴിച്ച് കൊടുക്കുക. ഒഴിച്ചൊഴിച്ച് കൊടുത്ത് നമ്മുടെ ആ പരുവ ആവുന്ന രീതിയിൽ ആക്കിയെടുക്കണം. ഈ ഒരു പരുവ ആകുന്നിടം വരെ നമ്മൾ വെള്ളം ഒഴിച്ച് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ചൂടും പോകാൻ വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ അരിപ്പൊടിയുടെ ചൂടൊക്കെ പോയതിന് ശേഷം നമ്മൾ ഈ ചപ്പാത്തിക്ക് കുഴക്കില്ല, അതുപോലെ കുഴച്ചെടുക്കണം. ഈ കാണുന്ന പോലെ. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ചെറിയ ഉരുളകളാക്കി പിടിക്ക് പറ്റിയ രീതിയിൽ ആക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. കുഴച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. ഇതുപോലെ ഈ ഒരു പരുവത്തിൽ നമ്മൾ കുഴച്ച് റെഡിയാക്കി എടുക്കണം. ഇതാണ് ഇതിൻ്റെ മെയിൻ. നമ്മുടെ വീട്ടിൽ ഒത്തിരി ഗസ്റ്റൊക്കെ വരുമല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് ടൈം പാസ് ആയിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ ഇത്, പിടിയും കോഴിയും. നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മുടെ പെരുന്നാളൊക്കെ വരുമല്ലോ.
പെരുന്നാളിൻ്റെ സമയത്തും ഒക്കെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വരുമ്പോഴത്തേക്കും ചെറുപ്പത്തിൽ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഓർക്കുന്നു. നമ്മൾ ഇത് ഉരുട്ടുമ്പം ഇത്രയും ചെറിയ ബോൾസ് ആയിട്ടോ ഉരുട്ടാളൂ കേട്ടോ, എങ്കിലേ ഉള്ളൂ അതിൻ്റെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. കോട്ടയംകാരുടെ ഒരു സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ ഇത്. പള്ളികളിലെ പെരുന്നാളിനും ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ രീതിയും കൂടി ഞങ്ങളെ പരിചയപ്പെടുത്തണം. അപ്പം അതുപോലെ ഞങ്ങൾ വന്ന് ഉണ്ടാക്കി നോക്കാം. ഇത് നമ്മുടെ ഒരു സ്റ്റൈലാണ്. നമ്മൾ കുഴയ്ക്കുമ്പോൾ കുറച്ച് ബാക്കി വെച്ചേക്കണം, കാരണം അത് നമുക്ക് പിന്നെ കലക്കി ഒഴിക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ തിളപ്പിച്ച വെള്ളമുണ്ടല്ലോ, അതിൻ്റെ ബാക്കി വെള്ളമില്ലേ, അതിൻ്റെ കൂടെ കുറച്ചുകൂടിയും പച്ചവെള്ളം ചേർത്ത് ഒന്നുകൂടി തിളപ്പിക്കുക. നമ്മൾ ബോൾ ഉണ്ടാക്കിയപ്പോൾ മാറ്റി വെച്ചിരുന്ന മാവില്ലേ, ആ മാവും പിന്നെ നമ്മൾ മാറ്റി വെച്ചിരുന്ന തേങ്ങയില്ലേ, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുക. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ നമ്മൾ ആക്കിയെടുക്കണം. നമ്മൾ തേങ്ങയായിട്ട് മിക്സ് ചെയ്ത മാവ് നമ്മൾ ആ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമില്ലേ, അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ മാവ് ചേർക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ, നല്ലൊരു കുറുകി ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മാവ് ചേർക്കുന്നത്. അതിനുശേഷം ശരിക്കും ഇളക്കി കൊടുക്കണം കേട്ടോ. അത് കറക്റ്റായിട്ട് ആ വെള്ളത്തിൽ മിക്സ് ആവണം, എങ്കിലേ നമുക്ക് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതുപോലെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. ശരിക്കും ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ ടേസ്റ്റിന് പാകമായ രീതിയിൽ. അതിനുശേഷം കുറച്ച് ജീരകം ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ശരിക്കും ഇളക്കി കൊടുക്കുക ഒന്നുകൂടി. ഞാനിപ്പോൾ ഇവിടെ ഇളക്കുന്നുണ്ട്, നിങ്ങൾ ഓർക്കും ഞാനായിരിക്കും ഉണ്ടാക്കുന്നത്, ഞാൻ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ഇങ്ങനത്തെ വലിയ ഡിഷസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളെല്ലാവരുടെയും ഹെൽപ്പ് വേണം, എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളാണെങ്കിലും വീട്ടിൽ എല്ലാവരും ഉള്ളപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കിയത്, അപ്പോൾ അവരെല്ലാവരും കൂടും, അടിപൊളിയായിരിക്കും. നമ്മുടെ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോളുകൾ പതുക്കെ ഇട്ടിട്ട് കൊടുക്കുക. അതിടുമ്പോൾ നമ്മൾ ഈ വെള്ളം ശരിക്കും ചൂടായി കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ ഇത് ഇളക്കാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ആ ബോൾസ് എല്ലാം പൊട്ടിപ്പോകും കേട്ടോ. പതുക്കെ ഇട്ടിട്ട് കൊടുക്കുക. നമ്മുടെ പിടിയുടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അടിപൊളിയല്ലേ കാണാൻ, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഒരു ബോൾസൊന്നും പൊട്ടിയൊന്നും പോയിട്ടൊന്നുമില്ല, നല്ല സൂപ്പറായിട്ട് വെന്ത് വരുന്നു, നല്ല കൊഴുപ്പായി വരുന്നു. കണ്ടോ, ആ ലുക്ക് കണ്ടില്ലേ. പിന്നെ നമ്മൾ പാത്രം എടുക്കുമ്പോൾ അടി നല്ലപോലെ പരന്ന് നല്ല വിസ്താരമുള്ള പാത്രം എടുക്കുക, അല്ലെങ്കിൽ ഈ ബോൾസും എല്ലാം കൂടി ചേർന്ന് അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു കുക്കറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം കണ്ടില്ലേ, അടിപൊളിയല്ലേ. ഇത് കുറച്ചുകൂടി ഇരുന്ന് ഒന്ന് തിളച്ച് ഇച്ചിരി ഒന്ന് കൊഴുപ്പായി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനുള്ള പാകമാവും. നമുക്കിത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നല്ല സൂപ്പറായിട്ട് മുറിയുന്നുണ്ട്, അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് കഴിച്ച് നോക്കിയാലോ. അടിപൊളി. അടുത്ത് നമുക്ക് നമ്മുടെ കോഴിക്കറി റെഡിയാക്കാം. ഇവിടെ ചിക്കനൊക്കെ കഴുകി റെഡിയാക്കി വെച്ചേക്കുന്നു. കഴുകി റെഡിയാക്കിയ ചിക്കനിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം, കുരുമുളക് ഇതെല്ലാം കൂടി നമ്മൾ വീട്ടിൽ അരച്ചുണ്ടാക്കിയ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം മല്ലിപ്പൊടി 2 സ്പൂൺ ഇട്ട് കൊടുക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം കാശ്മീരി ചില്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. മസാല എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചിക്കനെ ഇത്
ശരിക്കും തേച്ച് പിടിപ്പിക്കണം. നല്ലതുപോലെ മസാല പിടിച്ച് ഒരു അരമണിക്കൂർ നേരത്തേക്ക് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നേരത്തേക്കെങ്കിലും ഇത് മസാല പിടിക്കാൻ വേണ്ടി ചിക്കൻ വെക്കണം കേട്ടോ. അതിനുശേഷം നമ്മുടെ ചിക്കന് വേണ്ടിയുള്ള സബോള, പച്ചമുളക്, കറിവേപ്പില, ഗാർലിക് പേസ്റ്റ് നമ്മൾ വീട്ടിൽ അരച്ചുണ്ടാക്കിയത് ഇതെല്ലാം എടുത്ത് റെഡിയാക്കി വെക്കുക. അപ്പോൾ ആദ്യമേ തന്നെ കുറച്ച് വെളിച്ചെണ്ണയിൽ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വരട്ടി എടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സബോള, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ശരിക്കും ഒന്ന് സബോള വരണ്ട് വരുന്നിടം വരെ നല്ല സൂപ്പറായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് സവോള വരട്ടുമ്പോൾ പിന്നെ ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ ഞാനൊരു തക്കാളിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്യുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. അതിനുശേഷം കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. ഒത്തിരി മസാല ഇടേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ചിക്കന് തിരുമ്മിയപ്പോൾ നല്ലപോലെ മസാല തേച്ച് കൊടുത്തതാണ്. അതിനുശേഷം കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. കാശ്മീരി ചില്ലിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ശരിക്കും ഇളക്കി കൊടുക്കണം. ഇളക്കുന്നതിന് മുമ്പ് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നമ്മുടെ ആ മസാലയുടെ ആ പച്ച മണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോകുന്നതിന് വരെ ശരിക്കും നമ്മൾ ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ പാകത്തിനുള്ള ചെറുതായിട്ട് ഒരു ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കണം. അതിനുശേഷം നമ്മുടെ ഗ്രേവിയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ചിക്കനിലേക്ക് നമ്മൾ കുറച്ച് തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം മേളിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് മൂടി വെക്കുക വേഗം വരെ. അപ്പോഴത്തേക്കും ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരുന്നതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഒത്തിരി വെള്ളം ഒഴിക്കരുത് കേട്ടോ. നമ്മുടെ ചിക്കൻ കറി ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഓയിലൊക്കെ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലപോലെ നല്ല ഗ്രേവിയും നല്ല ചാറും ഒക്കെ ആയിട്ട് ഇത് പിടിയുടെ കഴിക്കാൻ സൂപ്പറായിരിക്കും. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, സൂപ്പറല്ലേ കാണാൻ. നമ്മുടെ പിടിയും കോഴി റെഡിയാണ് കേട്ടോ. നമുക്കൊന്ന് കഴിച്ച് ടേസ്റ്റ് നോക്കിയാലോ. ആദ്യമേ തന്നെ നമ്മൾ കുറച്ച് പിടി എടുക്കുക. പിന്നെ നമ്മുടെ കോഴിയും ഒഴിക്കുക. ഇതിൻ്റെ ചാറ് നമ്മൾ ഇതിൻ്റെ മേളിലേക്ക് ഇച്ചിരി ഒഴിച്ച് കൊടുക്കണം. ഇത് കണ്ടോ, നമ്മുടെ പിടിയും കോഴി ഇരിക്കുന്നത് കണ്ടോ, അടിപൊളിയല്ലേ കാണാൻ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. കുറച്ച് പിടി എടുക്കുക. എന്നിട്ട് നമ്മുടെ ചിക്കൻ ഒരു ഇച്ചിരി എടുക്കുക. നല്ല ചൂടാണ്. ഇച്ചിരി ചാറ് കൂട്ടുക, കഴിച്ചു നോക്കുക. സൂപ്പറാണ് കേട്ടോ. നല്ല അടിപൊളി മസാല, അടിപൊളി ടേസ്റ്റ്. നിങ്ങൾ വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു.